നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷമെത്തി. എല്ലാ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പ്. മലപ്പുറം ഉൾപ്പെടെ 5 ജില്ലകളിൽ ഞായറാഴ്ച റെഡ് അലർട്ട്. പാലക്കാടും തൃശ്ശൂരും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാലവർഷം എത്തിയത് സാധാരണയേക്കാൾ 8 ദിവസം മുമ്പ്. മണ്ണാർക്കാട് ആനമൂളി റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധം. കരാറുകാരന്റെ ഓഫീസിലേക്ക് UDF നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. കിഫ്ബിയുടെ നൂലാമാലകളാണ് പദ്ധതി വൈകിപ്പിക്കുന്നതെന്ന് N. ഷംസുദ്ദീൻ MLA. തിരുവിഴാക്കുന്ന് അമ്പലപ്പാറയിൽ കാലിന് പരിക്കേറ്റ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. ചികിത്സ നൽകി വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് ചരിഞ്ഞത്. കുമരംപുത്തൂരിൽ വരാനിരുന്ന ബീവറേജ് തടഞ്ഞതിന്റെ ക്രെഡിറ്റിന്മേൽ തർക്കം. CPM എടുത്ത തീരുമാനമാണ് നടപ്പായതെന്ന് ജില്ലാ സെക്രട്ടറി. CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന അവകാശ ലംഘനമെന്നും ജനപ്രതിനിധികൾക്ക് ചില അവകാശങ്ങളുണ്ടെന്നും N. ഷംസുദ്ദീൻ MLA. കൃഷിവകുപ്പിന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ നവീകരണം ടെൻഡർ നടപടികൾ പൂർത്തിയായതായി മുഹമ്മദ് മൂസിൻ MLA. 5 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന നവീകരണത്തിൽ ഫാം ടൂറിസവും ലക്ഷ്യം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. സാധാരണയിലും 8 ദിവസം മുമ്പാണ് കാലവർഷം എത്തിയത്. 2009 ശേഷം ഏറ്റവും നേരത്തെ എത്തിയ കാലവർഷമാണ് ഇത്തവണത്തേത്. ഞായറാഴ്ച മലപ്പുറം ഉൾപ്പെടെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 1990-ലായിരുന്നു 1975 ശേഷം ഏറ്റവും നേരത്തെ കേരളത്തിൽ കാലവർഷം എത്തിയത്. മെയ് 19 അന്ന് കാലവർഷം എത്തി. ഇതിനുശേഷം 2009 മെയ് 23 കാലവർഷം എത്തിയിരുന്നു. ഇത്തവണ മെയ് 24 തന്നെ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. ഇത്തവണ കാലവർഷം താരതമ്യേന ശക്തമായിരിക്കുമെന്നും സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വിഭാഗം പറയുന്നത്. കാലവർഷം എത്തിയതിനെ തുടർന്ന് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. 25 ഞായറാഴ്ച മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ 25 ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 5 ദിവസവും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പറയുന്നു. നെല്ലായ ചരൽ മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മരം വീണ് വീട് തകർന്നു. ചീരക്കുഴിയിൽ വാസു മാസ്റ്ററുടെ ഓടിട്ട വീടാണ് കൂറ്റൻ തേക്കുമരം വീണ് തകർന്നത്. ആളപായമില്ല. കൈപ്പഞ്ചേരി സുബൈറിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് മരം പൊട്ടി വീണ് വീടിൻ്റെ ഒരു ഭാഗം തകർന്നു. ഓടിൻ്റെ ഭാഗങ്ങൾ പതിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ഇവർ ചെർപ്പളശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. വൈകിട്ട് 5 മണിയോടെ ശക്തമായ കാറ്റാണ് ഈ ഭാഗത്ത് വീശിയടിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. മറ്റ് പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. നൂറ്റാണിയിൽ ചാമിയുടെ വീടിൻ്റെ മുകളിലേക്ക് മരം കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നാളെ രാവിലെ ഈ ഇവിടേക്ക് തറവാട്ടിൽ വരുമ്പോ ആകെ തേക്കൊക്കെ വീണിട്ടേ വീടൊക്കെ പാടെ ആകെ ഇതായി അലുക്കുൽക്കായി. ആ ഓടിന്റെ കഷ്ണമൊക്കെ ഒന്ന് രാവിലെ എടുത്ത് കളയാം. ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി ആസാം സ്വദേശി മണ്ണാർക്കാട് പിടിയിൽ. 29 വയസ്സുള്ള മന്നാസ് അലിയെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുമരംപുത്തൂരിലെ വട്ടമ്പലത്ത് നിന്നുമാണ് വീട്ടിലെ റൂമിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ 15 ഗ്രാം ബ്രൗൺ ഷുഗറും 10 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തത്. വട്ടമ്പലത്ത് നാലകത്ത് വാടക കെട്ടിടത്തിലാണ് മന്നാസും കുടുംബവും താമസിക്കുന്നത്. മണ്ണാർക്കാട് ആനമൂളി റോഡ് നവീകരണം വൈകുന്നതിനെതിരെ കരാറുകാരന്റെ ഓഫീസിലേക്ക് UDF നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. പോലീസ് വലയം ഭേദിച്ച് ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ നടത്തിയ ശ്രമം പോലീസ് തടഞ്ഞു. മാർച്ച് N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു.
തെങ്കര ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി എത്തിയ മാർച്ചിനെ കരാർ കമ്പനിയുടെ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ വികസനത്തിൽ രാഷ്ട്രീയം പറയാനില്ലെന്നും കിഫ്ബിയുടെ നൂലാമാലകളാണ് പദ്ധതികൾ വൈകിപ്പിക്കുന്നതെന്നും MLA പറഞ്ഞു. കിഫ്ബിയുടെ പല പദ്ധതികളോടും എതിർപ്പുണ്ട്, പക്ഷേ വേറെ പദ്ധതിയില്ലാത്തതിനാൽ അംഗീകരിക്കുകയേ നിർവാഹമുള്ളൂ. സർക്കാരിന്റെ കടക്കണിയുടെ പ്രധാന കാരണം കിഫ്ബിയാണെന്നും MLA പറഞ്ഞു. അപ്പൊ ഇതിൽ പറയുമ്പോൾ ഞാൻ ഈ മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയം പറയാറില്ല. എല്ലാവരും യോജിപ്പിച്ച് സഹകരിപ്പിച്ച് കൊണ്ടുവരിക, അതാണ് ഈ 14 കൊല്ലം നമ്മൾ ചെയ്തത്. ഇതിൽ ഈ കിഫ്ബിയുടെ രീതികളോട് ഞങ്ങൾക്ക് നല്ല വിയോജിപ്പുണ്ട്. ഈ രീതികളാണ് ഇതിന്റെ പ്രശ്നം. ഇത്രയേറെ വൈകിപ്പിക്കുന്ന, ഇത്രയേറെ സങ്കീർണമാക്കുന്ന, പലതവണ പരിശോധിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തോമസ് ഐസക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് സംഗതി. ആ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പ്രവൃത്തിയൊക്കെ നടത്തിയത്. കേരളത്തിൽ കിഫ്ബി ഏറ്റെടുത്ത് പണി തുടങ്ങിയ, ഞാൻ അതിന്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആലപ്പുഴ ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരത്ത് പണി തുടങ്ങി പാതിയിൽ ഉപേക്ഷിച്ച് പോയ ഒരുപാട് വർക്കുകൾ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരിദാസ് ആറ്റക്കര അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ്, TK ഫൈസൽ, മൈക്കിൾ, ഷമീർ മണലടി, ഗിരീഷ് ഗുപ്ത, ഷമീർ പഴരി, TK സഫ്വാൻ, TK ഹംസകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ബീവറേജ് ഔട്ട്ലെറ്റ് ഒരിടത്ത് വേണ്ടെന്ന് CPM തീരുമാനിച്ചാൽ വേണ്ടെന്ന് തന്നെയാണെന്നും അതിന് MLAയുടെ ശുപാർശ വേണ്ടെന്നും CPM ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന പരിപാടിയിലായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന. എന്നാൽ CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന അവകാശ ലംഘനമാണെന്നും ജനപ്രതിനിധികൾക്ക് ചില അവകാശങ്ങളുണ്ടെന്നും N. ഷംസുദ്ദീൻ MLA തെങ്കരയിൽ മറുപടി നൽകി. CPM കുമരമ്പത്തൂർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനത്തിന് മണ്ണാർക്കാട് എത്തിയതാണ് CPM ജില്ലാ സെക്രട്ടറി. പ്രസംഗത്തിനിടെ കുമരമ്പത്തൂരിൽ വിദ്യാലയങ്ങൾക്ക് സമീപം ഔട്ട്ലെറ്റ് വരുന്നത് തടഞ്ഞത് തങ്ങളാണെന്നും എന്നാൽ അതിന്റെ പിതൃത്വം MLA അവകാശപ്പെടുന്നതായും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. അതിൻ്റെ അടുത്തൊരു ബീവറേജ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ MLA പറഞ്ഞത് ഞാനാണ് അല്ലേ? അതെ, ഞാനാണ്. ഞാൻ ചോദിക്കട്ടെ, CPMന് ബീവറേജ് ഔട്ട്ലെറ്റ് ഇന്നവിടെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ട തന്നെ, അത് MLAയുടെ ശുപാർശ ഒന്നും വേണ്ട കാര്യമില്ല. പക്ഷെ ഇവരൊക്കെ അവകാശപ്പെട്ട് കളയും. ഇതിൻ്റെ ഒക്കെ ആശാമാര് ഞങ്ങളാണ് പറയും. അത് എല്ലാ കാലത്തും UDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന ലീഗും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഞാനിത് സന്ദർഭവശാൽ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കാര്യം വേണ്ട വെക്കാൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അവിടെ വരാൻ പോകുന്നില്ല, അതേക്കുറിച്ച് ബേജാറാവണ്ട. ഇപ്പൊ നമുക്കത് പറയാൻ സാധിക്കുമല്ലോ, പറയാൻ പറ്റില്ലേ? എവിടെ ഇത് വേണം വേണ്ട എന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയാണല്ലോ ഇപ്പൊ നമ്മള്. അപ്പൊ ഞാൻ പറയുന്നത്, പല കാര്യങ്ങളും ഈ കേരളത്തിൽ നമ്മൾ ചെയ്യും, ഞങ്ങളുടെയാണെന്ന് അവകാശപ്പെടും. ഈ എട്ടുകാലി മമ്മൂജിന്റെ സൈസാണത്. എന്നാൽ വേദി വിട്ടിറങ്ങിയ സെക്രട്ടറി നിലപാടിൽ കരണം പറഞ്ഞു. കാഞ്ഞിരം കല്ലമലയിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് വരുന്നതിനെതിരെ നടക്കുന്ന സമരം മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹം നിലപാട് മാറ്റിയത്. പാർട്ടി തീരുമാനിച്ചാൽ ഔട്ട്ലെറ്റ് വരില്ല എന്നല്ല പറഞ്ഞതെന്നും ഇപ്പോൾ പാർട്ടിയാണല്ലോ, അത്യാവശ്യം തീരുമാനമെടുക്കാമല്ലോ എന്നാണ് അതിന്റെ അർത്ഥമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. കാഞ്ഞിരം കല്ലമലയിൽ ബിവറേജസ് ജനങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചാൽ അവിടെ വരില്ല. കാഞ്ഞിരം കല്ലമലയിൽ ഔട്ട്ലെറ്റ് വരുന്നതിനെതിരെ 22 ദിവസമായി സമരസമിതി നടത്തുന്ന സമരം പാർട്ടി അറിഞ്ഞിട്ടില്ല. സമരക്കാർ പാർട്ടിയെ സമീപിച്ചിരുന്നുവെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞത് ഇപ്പോ പാർട്ടിയാണല്ലോ, അത്യാവശ്യം തീരുമാനങ്ങൾ എടുക്കാലോ എന്നാ പറഞ്ഞു. അല്ലാതെ പാർട്ടി തീരുമാനിച്ചാൽ അതിന്റെ അല്ല. അതെ, ഇതാണ് അതിന്റെ അർത്ഥം. അതിനർത്ഥം ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി അല്ല ഞാൻ പറഞ്ഞത്. കാഞ്ഞിരത്ത് ജനങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് വരില്ല. പറഞ്ഞു മനസ്സിലായി? കാഞ്ഞിരത്ത് ജനങ്ങൾ അതിനെതിരാണെങ്കിൽ ഞങ്ങൾക്കൊരു മറ്റേ നിർബന്ധ ബുദ്ധിയില്ല ഈ കാര്യത്തിൽ, അത് വരില്ല. ജനങ്ങളുടെ മനസ്സനുസരിച്ചാണല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുക. ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഷാപ്പ് വരുന്ന എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ അജണ്ട. ആ ബ്രാൻഡ് ഷാപ്പ് വരുന്നത് കൊണ്ട് അവിടെ ജനത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ പ്രശ്നം. ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഏത്
ഈ ബീവറേജ് ഔട്ട്ലെറ്റ് വന്നാലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ അത് വരുത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. പാർട്ടി കല്ലമല പോകേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് എല്ലാം തന്നെ അറിയാം. അവിടെ ഒരു ഇഷ്യൂസ് അവിടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു. ഞാൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, തെലുങ്കിലുമല്ല, കർണാടകത്തിലല്ല, പിന്നെ മലയാളത്തിലാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്താ പറഞ്ഞത്? ജനങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ ജനങ്ങളുടെ പ്രശ്നത്തിന്റെ ഒപ്പമാണ് CPM. മനസ്സിലായ? അപ്പൊ ആ ജനങ്ങളുടെ മനസ്സിലെ വിഷയം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുള്ളൂ. അപ്പൊ വേണ്ടാന്നാണെങ്കിൽ ആ വേണ്ടാത്തതിനൊപ്പമാണ് CPM. എന്നാൽ ശനിയാഴ്ച തെങ്കരയിൽ UDF മാർച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയ MLA ജില്ലാ സെക്രട്ടറിക്ക് മറുപടി നൽകി. എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന അവകാശ ലംഘനമാണെന്ന് N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. കുമരമ്പത്തൂരിൽ വിദ്യാലയങ്ങളുടെ സമീപത്ത് ഔട്ട്ലെറ്റ് വരുന്നത് തടയുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കുക മാത്രമാണ് താൻ ചെയ്തത്. താനതെവിടെയും വിളിച്ചു പറഞ്ഞിട്ടില്ല, അതിന്റെ ആവശ്യവുമില്ല. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നുണ്ട്, പക്ഷേ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും MLA പറഞ്ഞു. എന്റെ മണ്ഡലത്തിൽ ഞാൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ചെയ്തു. അന്ന് എനിക്കറിയാം ഇത് ആദ്യമായി എടുത്തു പിടിച്ചത് UDFന്റെ പിന്നെ ചെയർമാനായിട്ടുള്ള റഷീദ് ആലായനാണ്. ഈ വിഷയം ആദ്യമായിട്ട് എടുത്തു. ഞാൻ റഷീദിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു സംഗതി ഉണ്ട്, ഞാൻ സംസാരിച്ചു, തൽക്കാലം ഇനി അത് ഉണ്ടാവില്ല, അവരതിൽ നിന്ന് പുറകോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതെങ്കിലും പ്രപ്പോസൽ നോക്കാം. ഇതിപ്പോ ഈ ടൗണിലുള്ള ബീവറേജസ് മാറ്റാൻ തുടങ്ങിയൊരു കൊല്ലം കുറയായി. കാരണം അത് അവിടെ വലിയ അസൗകര്യമാണ്, അതൊരു പ്രശ്നമാണ്. അപ്പൊ അത് മാറ്റാൻ കുറെ നോക്കുന്നുണ്ട്. പക്ഷെ മാറ്റുമ്പോൾ അതിലേറെ പ്രയാസമുള്ളിടത്തേക്കാവരുത്, വിജനമായ സ്ഥലങ്ങളിലേക്കാവണം. അത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ബീവറേജസ് മാറ്റുന്നുണ്ടെങ്കിൽ അത് വിജനമായ സ്ഥലത്തേക്കാവണം. പിന്നെ ആ ബിൽഡിംഗ് ഓണറും, അതിനുശേഷം ആരോ കമന്റ് പറഞ്ഞല്ലോ, ബിൽഡിംഗ് ഓണറും പറഞ്ഞു ഇങ്ങനെ MLA നാട്ടുകാരൊക്കെ എതിർക്കുന്ന ഒരു സംഗതി അവിടെ കൊണ്ടുവരാൻ ഞാനും താല്പര്യപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പോലും. അങ്ങനെ ചില സുഹൃത്തുക്കൾ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെയുള്ളൊരു കാര്യമാണ്. ആ ഒരു വിഷയം ഒരു ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ വന്ന് പറയേണ്ട വലിയ കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞു, അദ്ദേഹം പ്രസംഗത്തിൽ പറയാണ് ഞാനാണെന്ന് 3 വട്ടം പറഞ്ഞു. ഒറ്റ വട്ടമാണ് ഞാൻ, ഒരു വട്ടം പറഞ്ഞാൽ മണ്ണാർക്കാട്ടേക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ അത് 3 വട്ടം 4 വട്ടം ഒന്നും ആവർത്തിച്ച് പറയേണ്ട കാര്യം, ഒറ്റ വട്ടം പറഞ്ഞാൽ മണ്ണാർക്കാട്ടേക്ക് മനസ്സിലാവും. അപ്പൊ ഞാനിതേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ബീവറേജസ് എവിടെ ഭരണം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്നാണ്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ കോങ്ങാട് മണ്ഡലത്തിൽ 2 സ്ഥലത്ത് വലിയ സംഘടന, പള്ളിക്കുറുക്കിലും ഈ കല്ലമലയിലും. അപ്പൊ അവിടെ നിങ്ങളെ MLA ആണ്, അവിടെ നാട്ടുകാർ മുഴുവൻ അത് വേണ്ടാന്ന് പറയുന്നത്. ഒന്നും വേണ്ടാന്ന് പറയും. തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ കാലിന് പരിക്കേറ്റ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. ചികിത്സ നൽകി വനംവകുപ്പ് കാട്ടാനയെ നിരീക്ഷിച്ചു വരുന്നതിനിടെ സൈലന്റ് വാലി ബഫർ സോണിനോട് ചേർന്ന ഇടക്കാട് ഭാഗത്ത് ശനിയാഴ്ച പുലർച്ചെയാണ് ആന ചരിഞ്ഞത്. വനംവകുപ്പ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കാലിന് സാരമായി പരിക്കുള്ളതിനാൽ നടക്കാൻ കഴിയാതെ കാട്ടാനയെ ഒരാഴ്ചയായി അമ്പലപ്പാറ ഭാഗങ്ങളിലും വെള്ളിയാറിലും കണ്ടിരുന്നു. മരുന്നും തീറ്റയും നൽകി വനപാലകരും വാച്ചർമാരും ആനയെ നിരീക്ഷിച്ചിരുന്നു. പാദത്തിലും മുറിവുള്ളതിനാൽ ഏറെ ദൂരം നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ച ആനയെ ശനിയാഴ്ച രാവിലെയോടെയാണ് എടക്കാട് സൈലന്റ് വാലി ബഫർ സോണോട് ചേർന്ന് ചരിഞ്ഞ നിലയിൽ കണ്ടത്. ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ജഡം സംസ്കരിച്ചു. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 കോടി രൂപയുടെ നവീകരണമാണ് ഓർച്ചാർഡിൽ നടപ്പാക്കുക. കൃഷിവകുപ്പിന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് 25 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥാപനത്തിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് തുക അനുവദിക്കാൻ മുഹമ്മദ് മുഹസിൻ MLA സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുപ്രകാരം ആദ്യഘട്ട സമഗ്ര നവീകരണ പ്രവൃത്തികൾക്കായി നേരത്തെ ബജറ്റിൽ 5 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. പ്രാരംഭ നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി MLA അറിയിച്ചു. ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാൻ MLA ഓർച്ചാർഡിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൃഷിവകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയായ KLDC-യാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുക എന്ന് MLA പറഞ്ഞു. സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണം പട്ടാമ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് കൂടിയാണ്. 25 ഏക്കറോളം സ്ഥലമുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ്. ഇത് നവീകരിക്കാനും ഭാവിയിലെ ഫാം ടൂറിസത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു ബഡ്ജറ്റിൽ 5 കോടി രൂപ. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയും പൂർത്തീകരിച്ചു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്.
ലാൻഡ് ഡെവലപ്മെന്റ് അടക്കം അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അനിവാര്യമായിട്ടുള്ള എല്ലാ ഫാമിന്റെ നവീകരണ പ്രവർത്തനങ്ങളും ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഈ ഫണ്ടിൽ നടക്കും. KLDC മുഖാന്തരമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് കൃഷി വകുപ്പിന്റെ തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി കൂടിയാണ്. അപ്പം അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിച്ചുകൊണ്ട് പട്ടാമ്പിയിലെ പൊതുജനങ്ങൾക്ക് കാർഷിക മേഖലയെ കൂടുതൽ അറിയാനും പൊതുവായിട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഒരു ഇടം എന്നുള്ള നിലയ്ക്കും ഫാമിങ്ങിന് കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമാക്കിയിട്ട് ഇതിനെ മാറ്റുക, പരിവർത്തിക്കുക. നവീകരണത്തോടൊപ്പം ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് കാർഷിക മേഖലയെ കൂടുതൽ അടുത്തറിയാനും ഫാമിങ്ങിനെ കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ടാക്കാനും പഠന സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് സമഗ്ര നവീകരണം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്നും MLA അറിയിച്ചു. MLAക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും ഓർച്ചാഡിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു. അപകടരഹിതമായ അധ്യയന വർഷം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് റിഫ്രഷ്മെൻറ്റ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അരുൺ സുരേന്ദ് ക്ലാസ് എടുത്തു. അപകടരഹിതമായ അധ്യയന വർഷം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് റിഫ്രഷ്മെൻറ്റ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചത്. പഴയലക്കിടി മൗണ്ട് സീന കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അരുൺ സുരേന്ദ് ക്ലാസ് എടുത്തു. നമ്മളൊക്കെ ഇങ്ങനെ ഡ്രൈവിംഗ് പഠിക്കുന്നത് ആദ്യം നമുക്ക് വാഹനം കാണുന്ന സമയത്ത് നമുക്ക് വാഹനത്തിന്റെ പ്രൈസ് ഉണ്ട് അല്ലേ? ആർക്കായാലും വാഹനം കൈകാര്യം ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും എല്ലാവർക്കും മനസ്സിലുള്ള ആഗ്രഹമാണ് നമുക്ക് വാഹനം ഓടിക്കണം, വാഹനം കൈകാര്യം ചെയ്യുന്നത്. അതെങ്ങനെ നമ്മൾ ആദ്യം പഠിക്കും? ഞാൻ സ്കൂളിൽ പോകുന്നത് സ്കൂൾ ബസ്സിലായിരുന്നു. അതിനുശേഷം കുറച്ചുകൂടെ വന്നപ്പോ KSRTC ബസ്സിലാണ് കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വാഹനം ഓടിക്കുന്നത് ആദ്യം എനിക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ആദ്യം പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് സ്കൂൾ ബസ് ഓടിച്ചെന്ന് പറയുന്നത്. ജോയിന്റ് RTO KB രഘു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വത്സൻ തുടങ്ങിയവരും സംസാരിച്ചു. ബുധൻ, ശനി ദിവസങ്ങളിലായി വാഹന ചെക്കിംഗും നടക്കും. ചെർപ്പളശ്ശേരി ശ്രീകൃഷ്ണപുരം പ്രദേശത്തുള്ളവർക്ക് മെയ് 28 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ ചെർപ്പളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിൽ വച്ചാണ് പരിശോധന. ഷൊർണൂർ ഒറ്റപ്പാലം ഭാഗത്തുള്ളവർക്ക് മെയ് 31 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ചിനക്കത്തൂർ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചും പരിശോധന നടക്കും. CPM കുമരമ്പത്തൂർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹവീടിൻ്റെ താക്കോൽദാനം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നിർവഹിച്ചു. രോഗം മൂലം അകാലത്തിൽ വിട പറഞ്ഞ വാളിയാട്ടി സതീശന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കുമരമ്പത്തൂർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച താക്കോൽദാന ചടങ്ങിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. രാപ്പകലില്ലാതെ അവനവന്റെ കുടുംബത്തിലെ വേദനയേക്കാൾ നാട്ടിലെ സാധാരണക്കാരന്റെ വേദന മാറ്റാനാണ് ഓരോ പാർട്ടിക്കാരനും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെന്നും താക്കോൽദാനത്തിന് ശേഷം പ്രസംഗിച്ച ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഈ നാട്ടിലെ ഓരോ മനുഷ്യനും കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലാണ് ഞങ്ങളെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. രാപ്പകലില്ലാതെ അവനവന്റെ കുടുംബത്തിന്റെ വേദനയേക്കാൾ ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെ വേദനയാണ് ഞങ്ങൾക്ക് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ നിങ്ങൾ ആര് വിചാരിച്ചാലും മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ പറയുന്നോ ഞങ്ങൾ അത്രത്തോളം വലുതായിക്കൊണ്ടേയിരിക്കും. അസുഖബാധിതനായി മരിച്ച വാളിയാടി സതീശന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പായസം, ബിരിയാണി തുടങ്ങിയ ചാലഞ്ചുകൾ വഴിയും പാർട്ടി വിഹിതവും ഉൾപ്പെടെ 16 ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിച്ചത്. ലോക്കൽ സെക്രട്ടറി അയലക്കര മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ UT രാമകൃഷ്ണൻ, PM ഷോ, ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, TR സെബാസ്റ്റ്യൻ, P അലവി, P മുസ്തഫ, ശ്രീരാജ് വെള്ളപ്പാടം, ഇസ്ഹാർ ഹബീബുള്ള, N മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ചടങ്ങിന് ശേഷം പുതിയ വീട്ടിലെത്തി കുടുംബാംഗങ്ങൾക്ക് മധുരം നൽകിയതിനു ശേഷമാണ് സെക്രട്ടറി മടങ്ങിയത്.
ബാലസൗഹൃദ പഞ്ചായത്താവാൻ ഒരുങ്ങി വിളയൂർ. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലും വിദ്യാലയങ്ങളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാലസൗഹൃദ പഞ്ചായത്താവാൻ ഒരുങ്ങി വിളയൂർ. 4 ഘട്ടങ്ങളിലായുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടപ്പാക്കി വരുന്നത്. ഇതോടനുബന്ധിച്ച് പഞ്ചായത്ത് ഓഫീസിലും വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, എടപ്പലം ഹൈസ്കൂൾ, എടപ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചു. കുടുംബത്തിലും പൊതുയിടങ്ങളിലും സ്ഥാപനങ്ങളിലും കുട്ടികളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചത്. പഞ്ചായത്തിൻ്റെയും ശിശു സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ പെട്ടികൾ തുറന്ന് പരിശോധിക്കും. വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA പരാതിപ്പെട്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും തുറന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ, അവരുടെ ആവശ്യങ്ങൾ പറയാൻ, അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കാനുള്ള അവസരങ്ങൾ കുറവാണ്. അതിനൊരു പരിഹാരം കാണുക എന്ന ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു ബോക്സ് സ്ഥാപിക്കുന്നത്. ഇതൊരു പരാതി മാത്രം ബോധിപ്പിക്കാനുള്ള ബോക്സായിട്ട് മാറരുത്. അഭിപ്രായങ്ങൾ ബോധിപ്പിക്കാൻ കഴിയണം, അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ ബോധിപ്പിക്കാൻ കഴിയണം. ഒപ്പം തന്നെ നമ്മൾ നേരിടുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയാനുള്ള ഒരു സാഹചര്യം ആ ബോക്സിൽ ഉണ്ടാകണം. പേര് വെച്ചുകൊണ്ടും പേര് വെക്കാതെയും പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. പേര് വെച്ചില്ല എന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല, പേര് വെക്കാതെ ആണ് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരിക. അപ്പൊ അത് വെറുതെ ബോക്സിൽ കുറെ നിർദ്ദേശങ്ങൾ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. ആ നിർദ്ദേശങ്ങളെ ഏറ്റെടുത്ത് നടത്താൻ സ്കൂളിലുള്ളവരും സ്കൂളിന് പുറത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒക്കെ തയ്യാർ. പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ അധ്യക്ഷയായി. ICDS സൂപ്പർവൈസർ ജയശ്രീ പദ്ധതി വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് KP നൌഫൽ, കൊപ്പം SI അനന്തകൃഷ്ണൻ, പ്രധാനാധ്യാപിക നിഷ, AK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളുകൾ തുറക്കാനിരിക്കെ ബോധവൽക്കരണ ഡോക്യുമെന്ററി പുറത്തിറക്കി പറളി BRC. പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായിട്ടാണ് തവള എന്ന പേരിലുള്ള ലഘുചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുകയായി. 2 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ ആദ്യ 2 ആഴ്ച ലഹരിക്കെതിരായ ബോധവൽക്കരണവും നിയമാവബോധവും ഉറപ്പാക്കാനുള്ള പ്രത്യേക പീരീഡ് ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സമഗ്ര ശിക്ഷ കേരളയും കുസാറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായി പറളി BRCയുടെ കീഴിൽ കൗമാരക്കാരുടെ ജീവിതശൈലി ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഗവേഷണ പ്രോജക്ട് നടത്തുന്നതിന്റെ ഭാഗമായി ലഹരിക്കെതിരെ സന്ദേശാത്മക ലഘുചിത്രം പുറത്തിറക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളും കൗമാര യുവജനങ്ങളും ലഹരി വിപത്തിൽ അകപ്പെടുമ്പോൾ പഠനമാണ് ലഹരി, ജീവിതമാണ് ലഹരി എന്ന സന്ദേശം പകരുന്നതാണ് ഈ ലഘുചിത്രം. പുഞ്ചിരി ക്രിയേഷൻസ് ആണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കോങ്ങാട് GUP സ്കൂളിൽ നടന്ന പ്രകാശന ചടങ്ങിൽ പറളി BRC പ്രോജക്ട് കോർഡിനേറ്റർ അജിത് AM, ട്രെയിനർ നാഗരാജ്, അധ്യാപകരായ സൂര്യ, സ്നേഹ, വർമ്മ, രാധിക, CRC കോർഡിനേറ്റർമാരായ സ്വപ്ന, വിനീത തുടങ്ങിയവർ സംസാരിച്ചു. പുഞ്ചിരി ക്രിയേഷൻസ് ആണ് സമൂഹ മാധ്യമങ്ങൾ വഴി ചിത്രം പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമരശിക്ഷ കേരള, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുട്ടികളെ കൊണ്ട് ഒരു ലഹരിക്കെതിരെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുകയാണ്. നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് തന്നെ ഒരു ക്വസ്റ്റ്യനെയർ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫീൽഡ് സർവേ നടത്തുകയും ഫീൽഡ് സർവേയിൽ കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സൊസൈറ്റിയെ ഒന്ന് ബോധവൽക്കരിക്കുന്ന രീതിയിൽ ലഹരിക്കെതിരെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലാണ് കുട്ടികളായാലും അതിൽ പങ്കെടുത്ത ടീച്ചേഴ്സ് ആയാലും BRC സ്റ്റാഫ് ആയാലും വളരെ സജീവമായിട്ട് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. കോളേജ് അധ്യാപകരുടെ സഹകരണം നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിവിധ ഏജൻസികളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഷോർട്ട് ഫിലിം എടുക്കുകയും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഷോർട്ട് ഫിലിം എല്ലാ പറളി BRCയിൽ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശ്ശേരി 16-ാം വാർഡ് ചാഴിയോട് പള്ളത്ത് റോഡിൻ്റെ ദുരവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് നാട്ടുകാർ. കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത സ്ഥിതിയിലാണ് റോഡെന്നും നാട്ടുകാർ പറയുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെട്ട ആറ്റാശ്ശേരി ചാഴിയോട് പള്ളത്ത് റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡിൻ്റെ തുടക്കത്തിൽ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഭാഗം വളരെ അപകടാവസ്ഥയിലാണ്. 15 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡ് വയലോട് പാടശേഖരത്തേക്കുള്ള റോഡ് കൂടിയാണ്. ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്തേക്കാൾ അപകടം പിടിച്ച സ്ഥലമാണ് ഇനിയുള്ളത്. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളുള്ള സ്ഥലം.
പാലിയേറ്റീവ് ചികിത്സ ആവശ്യമുള്ള രോഗികൾ ഉൾപ്പെടെ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ഇത്. ആശുപത്രിയിൽ പോകുന്നതിന് പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാത്ത സ്ഥിതിയാണുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. മഴ തുടങ്ങിയതോടെ ഈ ദുരിതം ഇരട്ടിക്കും. അധികാരികൾ എത്രയും പെട്ടെന്ന് സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഒരു രോഗിക്ക് ആസ്പത്രി കൊണ്ടുപോകണമെങ്കിൽ ഇവിടേക്ക് ചായോട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടിക്കാർ വിളിച്ചാൽ വരാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് മഴക്കാലമായ ആരും വരില്ല. അതുകൊണ്ട് വയോധികരായ വൃദ്ധരും ഒരുപാട് പേഷ്യൻറ്റുകളുള്ള ഈ ഏരിയയിൽ പെട്ടെന്ന് റോഡ് പണി ചെയ്തിട്ടില്ലെങ്കിൽ ഈ മഴക്കാലം വളരെ ദുസ്സഹമായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നാണ് പറയാനുള്ളത്. പല ആളുകളും കുട്ടികളും മുതിർന്നവരും ആശ്രയിക്കുന്ന ഈ റോഡിൽ, കർഷകരും ആശ്രയിക്കുന്ന ഈ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന് പറയാനുള്ളത്. എത്ര തുക സംഖ്യ ഈ റോഡിൽ വെച്ചാൽ ഇതിൻ്റെ സുഗമമായ പണി എടുക്കുമെന്നും അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരും ഈ സ്ഥലം പെട്ടെന്ന് സന്ദർശിച്ച് ഈ റോഡിൻ്റെ വേണ്ട തുക വെക്കണമെന്ന് മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. വളരെ ശോചനീയമായ അവസ്ഥയാണ്. കാരണം ഈ സ്ഥലം ബന്ധപ്പെട്ട അധികാരികൾ പെട്ടെന്ന് വന്ന് കാണുക തന്നെ വേണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയനു കീഴിലെ മികച്ച NCC കേഡറ്റുകളെയും സീനിയർ NCC ഓഫീസർമാരെയും ആദരിച്ചു. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് കേണൽ സതീഷ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ A. അശോക് കുമാർ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. പ്രിൻസിപ്പൽ CD ദിലീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് എല്ലാ ബ്രീഡ്സും ഉണ്ടാവണം. കാണണം, പർച്ചേസ് അച്ചീവ് ചെയ്യണം. ഇതൊക്കെ ആ സംസ്കാരം പറയാൻ പോകും. ഇപ്പോൾ അതുപോലെ തന്നെ മാധവ് ഇപ്പോൾ പറഞ്ഞാൽ രണ്ട് മക്കളുടെ തന്നെ അത്ര അടുത്ത രണ്ട് കുട്ടികളാണ്. അവർ ഡിസ്പ്ലേ മാത്രമല്ല, അവരുടെ ആ പഠിച്ച വർഷം മാധവ് 5 വർഷം അല്ലെങ്കിൽ 3 വർഷം പഠിച്ചു. ഇതൊക്കെ എല്ലാവരും അറിയും. CN ഭവദാസനുണ്ണി അധ്യക്ഷനായി. റിട്ടയർഡ് NCC ഓഫീസേഴ്സ് ആൻഡ് സിവിലിയൻ സ്റ്റാഫിന്റെ ആഭിമുഖ്യത്തിലാണ് 9ാമത് ബെസ്റ്റ് കേഡറ്റ് അവാർഡ് വിതരണം നടത്തിയത്. 80 വയസ്സ് തികഞ്ഞ മുൻ NCC ഓഫീസർമാരായ ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ഭവദാസനുണ്ണി, നാപ്പുണ്ണി, ബാലചന്ദ്രൻ, ലക്ഷ്മണൻ മുതലിയാർ എന്നിവരെയും ബെസ്റ്റ് കേഡറ്റുകളായ PK റഫ്ഷാൻ റഹ്മാൻ, PM അനഘ, AM റോഷൻ, M വൈക എന്നിവരെയുമാണ് ആദരിച്ചത്. ക്യാപ്റ്റൻ ഡോക്ടർ അബ്ദുപതിയിൽ, ബാലകൃഷ്ണൻ എഴുവന്തല, V ഗോവിന്ദദാസ്, A ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ A പ്രമോദ്, ചിത്രമേഘൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. പുത്തൻ വസ്ത്രങ്ങളുടെ വിസ്മയ കളക്ഷനുമായി കിസ്വ ഫാഷൻ ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് ഹാഷിം തങ്ങൾ വല്ലപ്പുഴ കിസ്വ ഫാഷൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ശ്രേണിയിലുമുള്ള വസ്ത്രശേഖരവുമായാണ് കിസ്വ ചെർപ്പളശ്ശേരിയിൽ തുറന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുത്തൻ ചാരുതയേകാൻ ചെർപ്പളശ്ശേരിയിൽ ഇനി കിസ്വയും. 3 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യവുമായി കിസ്വ ഫാഷൻസ് ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് ഹാഷിം തങ്ങൾ വല്ലപ്പുഴ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് KA ഹമീദ്, വ്യാപാരി നേതാക്കളായ ഷംസുദ്ദീൻ, കേശവൻ, ചെർപ്പളശ്ശേരി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ സലാം ഹുദവി, മാനേജ്മെന്റ് പ്രതിനിധികളായ AM അബൂ താഹിർ, AM അബ്ബാസ്, അഹമ്മദ് അബ്ദുൽ ഖാദർ തുടങ്ങിയവരും വ്യാപാര, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ ശ്രേണിയിലും പെട്ട വസ്ത്രശേഖരവുമായാണ് കിസ്വ ഫാഷൻസ് തുറന്നിട്ടുള്ളത്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെൻസ് വെയർ, വെഡ്ഡിംഗ് കളക്ഷൻ എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകളാണ് കിസ്വ ഫാഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും നൽകുന്നുണ്ട്.
ഷോർട്ട് ന്യൂസ്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച കൂനന്മല വാർഡിലെ കരിമ്പൻതടം റോഡിന്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. വാർഡ് മെമ്പർ കെ അനിൽകുമാർ അധ്യക്ഷനായി. KP ഹരികൃഷ്ണൻ, A മോഹൻദാസ്, KT രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ CHCയിൽ സായാഹ്ന OPയും കിടത്തി ചികിത്സയും ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കത്ത് നൽകി. തുടർന്ന് നടന്ന യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷനായി. നേതാക്കളായ V വാസുദേവൻ, P ദിവാകരൻ, PS രാധാകൃഷ്ണൻ, K കബീർ, P സൂര്യനാരായണൻ, മുഹമ്മദ്, K ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വാഹനാപകടം. അമിത വേഗതയിൽ വന്ന കാർ റോഡിൽ നിന്നും തെന്നിമാറി തലക്കീഴായി മാറി. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെളിഞ്ഞഴി സ്വദേശികളുടേതാണ് വാഹനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കാലവർഷമെത്തി. എല്ലാ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പ്. മലപ്പുറം ഉൾപ്പെടെ 5 ജില്ലകളിൽ ഞായറാഴ്ച റെഡ് അലർട്ട്. പാലക്കാടും തൃശ്ശൂരും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാലവർഷം എത്തിയത് സാധാരണയേക്കാൾ 8 ദിവസം മുമ്പ്. മണ്ണാർക്കാട് ആനമുളി റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധം. കരാറുകാരന്റെ ഓഫീസിലേക്ക് UDF നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. കിഫ്ബിയുടെ നൂലാമാലകളാണ് പദ്ധതി വൈകിപ്പിക്കുന്നതെന്ന് N ഷംസുദ്ദീൻ MLA. തിരുവിഴാക്കുന്ന അമ്പലപ്പാറയിൽ കാലിന് പരിക്കേറ്റ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. ചികിത്സ നൽകി വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് ചരിഞ്ഞത്. കുമരംപുത്തൂരിൽ വരാനിരുന്ന ബീവറേജ് തടഞ്ഞതിന്റെ ക്രെഡിറ്റിന്മേൽ തർക്കം. CPM എടുത്ത തീരുമാനമാണ് നടപ്പായതെന്ന് ജില്ലാ സെക്രട്ടറി. CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന അവകാശ ലംഘനമെന്നും ജനപ്രതിനിധികൾക്ക് ചില അവകാശങ്ങളുണ്ടെന്നും N ഷംസുദ്ദീൻ MLA. കൃഷിവകുപ്പിന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ നവീകരണം ടെൻഡർ നടപടികൾ പൂർത്തിയായതായി മുഹമ്മദ് മൂസിൻ MLA. 5 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന നവീകരണത്തിൽ ഫാം ടൂറിസവും ലക്ഷ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.